ഹലോ എവരി വൺ, വെൽക്കം ടു ഓത്തൻറ്റിക് ഇന്ത്യൻ കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുക ഹെൽത്തി ലഡുവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എഡിബിൾ ഗം വെച്ചാൽ നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത് വിൻ്റർ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് മക്കളാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റും നല്ല ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ തണുപ്പ് സമയത്ത് കഴിക്കുവാണെങ്കിൽ ഒരു വർഷം മുഴുവൻ നമുക്കൊരു പെയിനും ഒന്നുമില്ലാതെ നല്ല ആരോഗ്യത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഏറ്റവും നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. കടായി ചൂടായി കഴിയുമ്പം 2 ടേബിൾ സ്പൂൺ മെലൺ സീഡ്സും 2 ടേബിൾ സ്പൂൺ ഖസ്ഖസും കൂടെ നമുക്കിത് ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനകത്താണെങ്കിൽ ഇത് പൊട്ടി തുടങ്ങത്തില്ല. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്കതിനെ മാറ്റി കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് 50 ഗ്രാം ബദാമും 50 ഗ്രാം നമുക്ക് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാമൊക്കെ നന്നായിട്ട് വീർത്ത് വരുമ്പം നമ്മൾ വിചാരിച്ചോണം അതായിട്ടുണ്ടെന്ന്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ടാണ് നമുക്ക് റേസൻസ് ഇട്ട് കൊടുക്കാം. യെല്ലോ ബ്ലാക്കും 2 റേസൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് വീർത്ത് വരുമ്പോൾ നമുക്കൊന്ന് മാറ്റി ഒരു പാത്രത്തിൽ ആക്കി കൊടുക്കാം. എല്ലാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കരിഞ്ഞു പോകാൻ സൂക്ഷിക്കണേ. പിന്നെ എഡിബിൾ ഗം അത് എടുത്തേക്കുന്നത് 150 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈനാണെങ്കിലും നമുക്കിത് മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മേടിച്ച് കഴിച്ച് നോക്കണേ. നല്ല മുട്ടുവേദന നടുവേദന എന്തുണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല ഹെൽപ്പ് കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ അത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നെയ്ക്കകത്ത് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ പിന്നെയാണെങ്കിൽ ഇത് ഉള്ളു വരെ വേവത്തില്ല, ഫ്രൈ ആവത്തില്ല. അപ്പോൾ നമ്മളത് പൊട്ടിച്ചൊക്കെ നന്നായിട്ട് ഇത് പൊടിഞ്ഞ് വരുന്നെങ്കിൽ അപ്പോൾ അത് പാകത്തിനായെന്ന് അതിൻ്റെ അർത്ഥം. എല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഫ്രൈ ആയില്ലെങ്കിൽ നമ്മൾ ലഡ്ഡു ഉണ്ടായി കഴിക്കത്തില്ല. അപ്പോൾ നമുക്ക് പല്ലൊക്കെ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ. കഴിക്കാൻ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ അത് കാരണം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ 1 കപ്പ് മഖാന അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കയ്യിലൊക്കെ തൊട്ട് നമ്മൾ ഇതുപോലെ പൊടിച്ച് നോക്കുകയാണെങ്കിൽ പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ ഇതിനെ എടുത്ത് മാറ്റുക. ഇനി നമുക്കാണെങ്കിൽ ഇത് കൊപ്ര നമുക്ക് ചെരുകി ഇതും കൂടെ ഇതുപോലെ അതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട, നെയ്യൊന്നും ഒഴിക്കേണ്ട കേട്ടോ. അതിനകത്തുണ്ടല്ലോ ഓൾറെഡി എണ്ണ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയൊന്നും എടുത്തിടണ്ട കേട്ടോ. അല്ലെങ്കിൽ നമുക്കിതാണെങ്കിൽ അധികം സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇത് വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ 1 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. പക്ഷെ അത്ര അധികം ഇരിക്കത്തില്ല കേട്ടോ. അതിന് മുന്നേ ഇത് തീർന്നു പോവും. അപ്പോൾ നിങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങയൊന്നും ഇടണ്ട. ഇതുപോലെ ഡ്രൈ കോക്കനട്ട് ഇട്ട് ചെയ്ത് നോക്കിയാൽ മതി. കൊപ്രയിട്ട് ചെയ്താൽ മതി കേട്ടോ. അതുതന്നെ. ഇനി നമുക്കത് 2-3 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടലമാവ് നന്നായിട്ട് ഫ്രൈ ആയി ഇങ്ങനെ പത പോലെ ആയി വന്നപ്പം 250 ഗ്രാം ഗോതമ്പ് പൊടി, നമ്മൾ ചപ്പാത്തിക്ക് യൂസ് ചെയ്യത്തില്ല, ആ ഗോതമ്പ് പൊടി ഇട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഏതാ മിക്സിംഗ് ബൗളെന്ന് വെച്ചാൽ അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളെടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളില്ലേ, അതെല്ലാം നമുക്ക് മിക്സി ജാറിട്ട് ഇത് പൊടിച്ച് അതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇങ്ങനെ റെസിപ്പീസും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേ കണ്ട് ഇതെല്ലാം ഞാൻ പൊടിച്ച് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എഡിബിൾ ഗമ്മും നമ്മൾ ഇതുപോലെ പൊടിച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ അതും കൊണ്ട് നമുക്ക് മാഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇത് പണിയൊന്നും പെട്ടെന്നാകാൻ വേണ്ടി എന്തായാലും നമ്മൾ മിക്സി എടുത്തല്ലോ. അപ്പോൾ നമുക്കാണെങ്കിൽ അത് എല്ലാം കൂടെ ഒരുമിച്ച് പെട്ടെന്നായി കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടത് മിക്സാക്കി കൊടുക്കാം. എഡിബിൾ ഗം നമ്മളാണെങ്കിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് റോസ്റ്റ് അത് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നമുക്കാണെങ്കിൽ മുന്തിരിങ്ങ ഫ്രൈ ചെയ്ത് വെച്ചാൽ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതങ്ങനെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ കടായിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് പിന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നൂൽപ്പാകമൊന്നും ആക്കണ്ട കേട്ടോ. ശർക്കര മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇതുപോലെ നന്നായിട്ട് ചീകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 350 ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മധുരം പാകമായിരിക്കും കേട്ടോ. കൂടുതൽ കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു 400 ഗ്രാം വരെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറവ് കഴിക്കാനാണെങ്കിൽ ഒരു 300 ഗ്രാം. പക്ഷേ 300 ഗ്രാം ആകുമ്പം ഒട്ടും മധുരമില്ലാന്ന് തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 350 ഗ്രാം തന്നെ ആഡ് ചെയ്യണേ. ഒരു 10 ഏലക്കയും പിന്നെ ഒരു ജാതിക്കയുടെ പകുതി ഇട്ട് പൊടിച്ചെടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുക്കുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. പിന്നെ കൺട്രോള പൗഡർ ഇതുപോലെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്പൈസീസ് ഇടുന്നത് നല്ലതാണ് കേട്ടോ. ശരീരത്തിനൊക്കെ നല്ല ഗുണം കിട്ടും. പിന്നെ ഇപ്പോൾ തണുപ്പ് സമയമില്ലേ, ചൂടൊക്കെ ശരീരത്തിന് നല്ല ചൂട് തരാനും പിന്നെ നമുക്ക് ഇപ്പോൾ തണുപ്പ് വന്നു കഴിയുമ്പോൾ ചിലർക്കൊക്കെ ഈ അലർജിയും ജലദോഷവും അങ്ങനെയൊക്കെ വരത്തില്ലയോ. അപ്പോൾ അതൊക്കെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ഇരുന്ന് നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ച് അതും ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണോ തവിയും കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചൂടല്ലേ, ഇപ്പോൾ നമ്മൾ കൈയൊക്കെ പൊള്ളും. അപ്പോൾ അന്നേരം അത് ഇളക്കി അത് കൈയൊക്കെ തൊടാൻ പറ്റുന്ന പാകമാകുമ്പോൾ അത് കൈ കൊണ്ട് ഇതുപോലെ ഇളക്കി മിക്സാക്കിയ ശേഷം
നമ്മളിത് ഇതുപോലെ ലഡ്ഡു ഫോമിൽ ആക്കിയെടുക്കുക. അഥവാ നിങ്ങൾക്ക് ലഡ്ഡു ആവുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ലഡ്ഡു ആക്കാൻ പാകത്തിനായി കിട്ടും. അപ്പോൾ വിൻ്റർ സ്പെഷ്യൽ ലഡ്ഡു നമ്മൾ റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.